Hello friends, I'm Sprig and welcome to my YouTube channel Kerala Cuisine. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ഉള്ളിവടയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നാട്ടിലെ ചായക്കടയിൽ നിന്നൊക്കെ നല്ല അടിപൊളി ഉള്ളിവട കഴിക്കാറുണ്ട് അല്ലേ? ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് ഉള്ളിവടയൊക്കെ നന്നായിട്ട് മിസ് ചെയ്ത് തുടങ്ങിയത്. ഇവിടെയാണെങ്കിൽ വേറെ കടകളിലൊന്നും പോയി ഉള്ളിവടയൊന്നും കിട്ടില്ല കേട്ടോ. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കണം. അപ്പൊ അങ്ങനെ ഞാൻ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഉള്ളിവട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഈ ഒരു സൈസിൽ ഒരു 5 സബോള എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊക്കെ ഒന്ന് മുറിച്ചെടുക്കണം. മുറിച്ചെടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, വല്ലാതെ കട്ടിയിൽ മുറിച്ചെടുക്കരുത്, പറ്റുന്ന അത്ര നൈസാക്കിയിട്ട് മുറിച്ചെടുക്കുക. ഇതാ ഇതുപോലെയാണ് കേട്ടോ നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാ സബോളയും മുറിച്ചെടുക്കുന്നുണ്ട്. ഇനി ഈ മുറിച്ചെടുത്ത സബോളയൊക്കെ ഒരു ബൗളിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, ഒരു ചെറിയ പീസ് ഇഞ്ചി അധികം വേണ്ട, ഒരു ചെറിയ പീസ് മാത്രം മതി കേട്ടോ. നല്ല നൈസായിട്ട് മുറിച്ചെടുത്തിട്ടുള്ളതാണ്. അതുകൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പില ചെറുതാക്കി മുറിച്ച് വെച്ചത് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 3 പച്ചമുളക് റൗണ്ടാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുള്ളതാണിത്. അതുകൂടെ അതിലേക്ക് ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ കൈകൊണ്ടാണ് കേട്ടോ മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഈ മുളകുള്ളതുകൊണ്ട് തന്നെ കൈ എരിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കയ്യിൽ വേണമെങ്കിൽ ഒരു ഗ്ലൗസ് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇതൊരു 20 മിനിറ്റ് ഇരിക്കട്ടെ. അപ്പോഴേക്ക് ഈ സവാളയൊക്കെ നന്നായിട്ട് സോഫ്റ്റായി ഈ സവാളയിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി തുടങ്ങും. അപ്പോൾ നമുക്കിതിൽ എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇത് നല്ല പോലെ സവാളയൊക്കെ നന്നായി സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 1/2 കപ്പ് മൈദ കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് യോജിച്ച് വരട്ടെ. ഇതപ്പോൾ നമ്മുടെ മാവൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു കടായിൽ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരണം. ഇതപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതുപോലെ നമുക്ക് ഓരോ ബോൾസ് എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഉള്ളിവട. പിന്നെ നമുക്ക് എത്ര വലുപ്പം വേണമെന്നൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റം വരുത്താവുന്നതാണ്. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഇതിൻ്റെ ഒരു സൈഡൊക്കെ നല്ലപോലെ ഒന്നായിട്ട് വരും. അപ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ തിരിച്ച് മറിച്ച് വിട്ടിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. ഇതുപോലെ ഒരു ബ്രൗൺ കളറായിട്ട് വരണം, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഉള്ളിവടയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പൊ ഇതാണ് കേട്ടോ ഉള്ളിവട. അടിപൊളി ഉള്ളിവടയാണ്. അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. അപ്പൊ നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. അടിപൊളി ഉള്ളിവടയാണ്. അപ്പൊ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.